CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് EK നായനാരുടെ ഒരു വീഡിയോ കൊല്ലം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയിരുന്നു. അത് ചിലരെ വല്ലാതെ പൊള്ളിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് മാതൃഭൂമി മാപ്രകളെ. സ്വാഭാവികമാണല്ലോ, AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് EK നായനാർ കേരളത്തിൽ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചേർന്ന് ഇടതുപക്ഷം ഭരണത്തിൽ വരുന്നതിനെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞാനും മുഖ്യമന്ത്രിയായില്ലേ, VS ആയില്ലേ, പിണറായി ആയില്ലേ എന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രചരണം അത് ഫലം കണ്ടു എന്നതിൻ്റെ തെളിവാണ് മാതൃഭൂമിയുടെ പൊള്ളൽ. അപ്പോൾ എന്താണ് നായനാരുടെ ആ വീഡിയോ എന്ന് ഒന്ന് കണ്ടേ. സലാങ്ങളെ, ഇത് 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരെ ഭരണത്തിൽ വരില്ല എന്നല്ലേ എവിടെല്ലാം പറഞ്ഞിന് പണ്ട്. എന്താ, ഞാനും മുഖ്യമന്ത്രി ആയില്ലേ, VS ആയി, പിണറായി ആയി. നമ്മുടെ പിണറായി 2ാമത് മുഖ്യമന്ത്രി ആയുള്ളൂ. എന്തുകൊണ്ടത് ജനത്തിന് വേണ്ടത് നമ്മളോടും. ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് വിഷം കൊടുത്താരാ? ഒമർസാരാ? ദീപികാല? ഓർന്നല്ല, നമ്മളാ. ഇപ്പൊ കേരളത്തിൽ 62 ലക്ഷം സാധനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, അറിയാം. ഇനി നാട്ടിലെ വികസനം വേണ്ടേ, സന്തോഷം വേണം. അതായത് ലാലിച്ചിട്ടുള്ളോ ജനം പൊട്ടുകയെന്ന്. ഇനിയിലും എല്ലാം നമുക്ക് നാട്ടിലെത്തിക്കണം. ആര് ബാധിച്ചാലും അതൊന്ന് മകവെച്ചെടുക്കണം, നമ്മള് പോരാടണം. അതിന് നമ്മളെ പാർട്ടി ശക്തപ്പെടുത്തണം. CPM സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനത്തിനാകെ പ്രതീക്ഷയെന്ന്. നമ്മുടെ സംസ്ഥാന സമ്മേളനം മാർച്ചിലെ കൊല്ലത്താന്നറിയാലോ. നമുക്കത് ഉഷാറാക്കണം. നിങ്ങളെല്ലാം പാർട്ടിനൊപ്പം നിൽക്കണം. കമ്മ്യൂണിസ്റ്റാർ മാത്രമല്ല, നാട്ടിലെ ജനമെന്നാകെ നമ്മളൊപ്പം നിൽക്കുമെന്നറിയാം. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തി ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്കും ഒരു വിമർശനം ഉണ്ടായില്ല. പക്ഷെ പൊടുന്നനെ മാതൃഭൂമിയിൽ വന്നൊരു കാർഡ് നോക്കിയേ. AIക്കെതിരെ കടുത്ത നിലപാട്, പക്ഷേ നായനാരുടെ വീഡിയോ AIയിലൂടെ ഇരട്ടത്താപ്പെന്ന വിമർശനം. നിങ്ങൾ എവിടെയെങ്കിലും വിമർശനം കണ്ടോ ഏതെങ്കിലും മാധ്യമത്തിൽ? പക്ഷേ ഇല്ല. മാതൃഭൂമി വിമർശനം എന്ന പേരിൽ അവരുടെ ഉള്ളിലിരിക്കുന്ന സാധനത്തെ പുറത്തേക്ക് വിടുകയാണ്. എന്തിന്? ചർച്ചയാക്കാൻ. ഇതിനെ സംബന്ധിച്ച് ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഇതിനെ എടുത്തൊന്ന് വിമർശനമാക്കൂ, ഇതിനെ എടുത്തൊന്ന് ട്രോളാക്കൂ എന്ന രീതിയിൽ ഗോവിന്ദൻ മാഷിൻ്റെയും നായനാരുടെയും ഫോട്ടോ വെച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ അടുത്ത ദിവസം ഗോവിന്ദൻ മാഷ് AI കടന്നു വരുമ്പോഴുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാര്യം, AI കടന്നു വരുന്നതോടുകൂടി പല മേഖലകളിലും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇത്രത്തോളം മനുഷ്യശേഷി പലയിടത്തും വേണ്ടി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതലാളിമാർക്ക് അത് ഗുണമുണ്ടാകും. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ വരുമാനം നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പറയണ്ടേ, തൊഴിലാളി പാർട്ടിയല്ലേ. തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നാളെ വന്നിട്ടല്ലല്ലോ ചിന്തിക്കേണ്ടത്. AI വന്നതിന് ശേഷമുള്ള സാധ്യതകളെല്ലാം കടന്നു വരട്ടെ. പക്ഷേ ഇന്ന് പൊടുന്നനെ AIയിലോട്ട് മാറുമ്പോൾ IT മേഖലയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ തൊഴിലാളികളായിട്ട് നിലകൊള്ളുന്നുണ്ട്, കുടുംബങ്ങൾ പോറ്റുന്നുണ്ട്. അത് AI കടന്നു വരുമ്പോൾ കൂട്ടത്തോടെ പിരിച്ചുവിടലുണ്ടായാൽ അവരെവിടെ പോയി തൊഴിൽ ചെയ്യും? അത് ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതൊരു ചർച്ചയാക്കി അങ്ങനെയുള്ള തൊഴിൽ നഷ്ടം ഉണ്ടാകരുതെന്ന് ഒരു തൊഴിലാളി നേതാവ് ചിന്തിച്ചതിനെയാണ് ഇപ്പോൾ മുതലാളിമാർക്ക് വേണ്ടി വിമർശനമുയരുന്നു എന്ന തരത്തിൽ ഒരു കൂലി എഴുത്ത് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ വാർത്തയുടെ താഴെ തന്നെ മാതൃഭൂമിയുടെ ലേഖകൻ എഴുതിയ 3-4 വരികൾ കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് എഴുതിയതാണ്. വിമർശനം ആര്, എന്ത്, ഏത് എന്നില്ലാതെ ഇങ്ങനെയാണ് ആ വാർത്തയ്ക്കൊപ്പം ചില വാചകങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൻ്റെ കരട് നയത്തിൽ AIക്കെതിരായ നിലപാട് CPM പ്രസിദ്ധീകരിച്ചിരുന്നു. 60% മനുഷ്യൻ്റെ അധ്വാനശേഷിയെ പൂർണ്ണമായി AI ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന് MV ഗോവിന്ദൻ മുമ്പ് പറഞ്ഞിരുന്നു. AIക്കെതിരെ കടുത്ത നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ഘടകവിരുദ്ധമായ നടപടിയാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിമർശനം ഉയരുന്നത്. വിഷയത്തിൽ പാർട്ടി തലത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനം ഉയരുന്നത് ഒരു ഉദാഹരണം എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഉയരുന്നതല്ല, വിമർശനം ഉയർത്തുന്നത്. മുതലാളിമാർക്ക് വേണ്ടി ആ ഒരു വിഷയം നമ്മൾ ഉയർത്തിക്കൊടുക്കുകയാണ്. എന്തായാലും AI ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സാങ്കേതിക വിദ്യകൾ വേണ്ട എന്നല്ല പറഞ്ഞത്. അത് കടന്നു വരുമ്പോൾ
തൊഴിലാളികൾക്ക് എന്ത് സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു തൊഴിലാളി പാർട്ടി നേതാവ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എവിടെ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളുണ്ടോ അവർക്കെല്ലാം ചിന്തിക്കാവുന്നതാണ്, AI കടന്നു വന്ന് റോബോട്ടുകൾ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ നാളെ മുതൽ നമ്മൾ എന്ത് ജോലി ചെയ്യും? ആ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉയരേണ്ടത് തന്നെയാണ്. അത് ഉയർത്തിയതിന് ഒരു നായനാർ വീഡിയോയുമായി ചേർത്ത് വെച്ച് AI-യും CPM-ഉമായി ബന്ധപ്പെട്ട് ചില പരിഹാസങ്ങളും അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാകട്ടെ എന്നാണ് മാതൃഭൂമിക്കകത്തിരിക്കുന്ന സംഘികളുടെ കുബുദ്ധി. ആ കുബുദ്ധി കാണാതെ പോകരുത്. ഇത് പ്രത്യേക താല്പര്യത്തോടുകൂടി ഇതിനകത്തിരിക്കുന്ന സംഘപരിവാറുകാരന്മാരുടെ തലയ്ക്കകത്തുദിച്ച ഒരു ചെറു തന്ത്രമാണെന്ന് മാത്രം മനസ്സിലാക്കുക. ആ കുരുക്കിൽ ചെന്ന് ആരും ചാടണ്ട, അങ്ങ് വിട്ടേരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. AI സാങ്കേതിക വിദ്യ CPM ഉപയോഗിക്കില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാതൃഭൂമിക്കാരൻ്റെ ചൊറിച്ചിലിന് ഇഷ്ഗാർഡ് വാങ്ങിച്ച് തേച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് മാത്രമേ പറയാനുള്ളൂ.